രാജധാനി എക്സ്പ്രസ് ഒരിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മണ്ണൊലിച്ചു പോയൊരു കേസുണ്ട്. അത് ഞാൻ ഭാഗ്യത്തിന്, യാത്രക്കാരുടെ ഭാഗ്യത്തിനായിരിക്കും അങ്ങനെ ഞാൻ പറയുള്ളൂ. ആ ട്രെയിൻ കറുകുറ്റി സ്റ്റേഷനിൽ നിർത്തി. കറുകുറ്റി കഴിഞ്ഞിട്ട് ഉള്ള ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ മണ്ണ് ട്രാക്ക് മുകളിലുണ്ടായിരുന്ന അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ട്രാൻസ്പോർട്ട് ബസ് എവിടെയെങ്കിലും റിപ്പയർ ആയത് ഒതുക്കിയിട്ടിട്ട് വേറൊരു ട്രാൻസ്പോർട്ട് ബസ് വരെയോ അല്ലെങ്കിൽ അതുവഴി പോകുന്ന ഒരു ബസ്സിൽ നമ്മൾ യാത്രക്കാരെ കയറ്റി വിടാം. ട്രെയിനിൽ അങ്ങനെ പറ്റില്ല. ട്രെയിൻ ഒരു ലോക്കോ പൈലറ്റിനെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ അങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. എന്നാലും അത് ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ സുരക്ഷിതമായിട്ട് കൊണ്ട് എത്തിക്കണം. അതുകൊണ്ട് അവിടെ പ്രയോറിറ്റി മരിച്ചത് പോയി കഴിഞ്ഞു, തീർച്ചയായിട്ടും വിഷമമുണ്ട്. അതിനുപരി നമ്മളെ കയ്യിലുള്ള 1500 യാത്രക്കാരുടെ ജീവൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ അത് അടുത്തുള്ള ഗേറ്റ്മാനെ അറിയിക്കുകയും ആ ഗേറ്റ്മാൻ സ്റ്റേഷനിൽ അറിയിക്കുകയും എൻ്റെ ട്രെയിൻ സിഗ്നൽ കട്ട് ചെയ്തിട്ട് എന്നെ നിർത്തുകയും ചെയ്തു. അതൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. എന്നാലും അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഭാരതത്തിലെ എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതലും അനിവാര്യമായിട്ടുള്ളതാണ് യാത്രകൾ. ആ യാത്രകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മകളിൽ നിൽക്കുന്ന ഒന്നാണ് തീവണ്ടി യാത്രകൾ. ആ തീവണ്ടി യാത്രകളിൽ അതിന് മുന്നിലിരുന്ന് ആ തീവണ്ടി ഓടിക്കുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് CS കിഷോർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാറ്. ഈ തീവണ്ടി യാത്രകൾ എന്ന് പറയുമ്പോൾ ഓരോ ആളുകളുടെയും മനസ്സിൽ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നതാണ്. പോകുന്ന വഴികളിൽ ഒരുപാട് അനുഭവങ്ങൾ. പക്ഷേ ഓടിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആ അനുഭവങ്ങളായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. മുന്നിലുണ്ടാകുന്ന ഓരോ അപകടങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് ഏകദേശം 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാറിന്. എങ്ങനെയായിരുന്നു ഇതിലേക്ക് കടന്നു വന്നത്? ഞാൻ ഡിപ്ലോമ ഇലക്ട്രിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അങ്ങനെ ജോലി അന്വേഷിച്ച് നോക്കുമ്പോൾ പത്രത്തിൽ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ്, അന്നത് ഡീസൽ അസിസ്റ്റൻ്റ് എന്ന ഇതായിരുന്നു. ഒരു ധാരണയില്ല, കാരണം കുടുംബത്തിലാരും റെയിൽവേക്കാരില്ലാത്തതുകൊണ്ട് എന്തായാലും റെയിൽവേയിൽ അപ്ലൈ ചെയ്തു. അന്ന് പാലക്കാട് ഡിവിഷനിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. 1984 ആദ്യമായിട്ടാണ് റെയിൽവേയിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഹയർ വിദ്യാഭ്യാസമുള്ള ഈ ഡിപ്ലോമോ ടെക്നിക്കൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ എടുക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ ബാച്ചിൽ ചിലപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബാച്ചായിരിക്കും ഈ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റായിട്ട് റിക്രൂട്ട് എൻ്റെ ബാച്ചായിരുന്നു. ഞങ്ങളൊരു 48 പേര്, പാലക്കാടും ചെന്നൈയും മധുരയും ചേർന്ന് 48 പേര് ഞങ്ങളങ്ങനെ റിക്രൂട്ട് ചെയ്തത്. അതിലെനിക്ക് ജോലി കിട്ടിയതാണ് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റായിട്ട്. ഞങ്ങളത് കഴിഞ്ഞിട്ട് റെയിൽവേ എടുത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നത മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം ഈ പോസ്റ്റിന്. അന്നത്തെ വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ഇലക്ട്രിക്കലോ മെക്കാനിക്കലായിരുന്നു. അത് കഴിഞ്ഞ് റെയിൽവേ എടുത്തിട്ട് സൈക്കോ ടെസ്റ്റ് കഴിഞ്ഞു, മെഡിക്കൽ ടെസ്റ്റുണ്ട്, A1 മെഡിക്കൽ ടെസ്റ്റാണ്. അത് പറയുമ്പോൾ റെയിൽവേ കയറുമ്പോൾ മാത്രമല്ല, സർവീസ് റിട്ടയർഡ് ആവണവരെ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. 45 വയസ്സ് വരെ 3 കൊല്ലത്തിനൊരിക്കുകയും 50 വയസ്സ് കഴിഞ്ഞാൽ 1 കൊല്ലത്തിനൊരിക്കുകയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം 1500 യാത്രക്കാർ ട്രെയിനിൽ നോക്കി 1500 യാത്രക്കാരുടെ സുരക്ഷിത ലോക്കോ പൈലറ്റിൻ്റെ കയ്യിലാണ്. അത്രയും മനുഷ്യരുടെ അതെ അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്ലെയിനിലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 250 മുതൽ 400 യാത്രക്കാരെ ഇതിലുണ്ടാവുള്ളൂ. ട്രെയിൻ 1500 യാത്രക്കാരുണ്ടാവും. അവരുടെ ജീവൻ ഒരു ലോക്കോ പൈലറ്റിൻ്റെ കയ്യിലായതുകൊണ്ട് അത്രയും റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. അങ്ങനെ റെയിൽവേ റിക്രൂട്ട് ചെയ്ത് ഞാൻ പാലക്കാട് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് തിരുച്ചിറപ്പള്ളിയിലാണ് ട്രെയിനിങ്. അന്ന് പാലക്കാട് ഡിവിഷൻ ഡീസൽ ട്രെയിൻ മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നു. സ്റ്റീം പോയി ഡീസൽ വന്ന കാലഘട്ടമായിരുന്നു. അതിൻ്റെ ഡീസൽ ട്രെയിനിങ് തിരുച്ചിറപ്പള്ളിയിലായിരുന്നു. തിയറി ക്ലാസ് നിയമങ്ങളെ പറ്റിയുള്ളത് ബാംഗ്ലൂരായിരുന്നു. ഇപ്പോഴും ഈ രണ്ടും തിരുച്ചിറപ്പള്ളിയിലാണ്. ഇപ്പോഴും ലോക്കോ, അതിന് ശേഷം ഇലക്ട്രിക്കൽ ലോക്കോ വന്നു. ഇലക്ട്രിക്കൽ ലോക്കോയുടെ ട്രെയിനിങ് ചെന്നൈയിൽ ആവടിയിലാണ്. ഞാൻ വന്നപ്പോൾ അന്ന് ഡീസൽ ഒരു ലോക്കോയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പല ടൈപ്പ് എൻജിൻ, ലോകത്തിൻ്റെ ടെക്നോളജി വളരുന്നതനുസരിച്ച് പുതിയ ലോക്കോ നമ്മൾ ഡിസൈൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്യും. അതിൻ്റെ ട്രെയിനിങ് നമുക്ക് പോകണം. ലോക്കോ പൈലറ്റ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണ പോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ റെയിൽവേയുടെ ഈ എൻജിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് 3 കൊല്ലത്തിനൊരിക്കൽ നമ്മൾ ട്രെയിനിങ്ങിനും പോകണം. നിയമവശം അതിൻ്റെ ട്രെയിനിങ്ങും പോകണം. എൻജിൻ്റെ റിപ്പയർ
നമുക്കൊരു ട്രാൻസ്പോർട്ട് ബസ് എവിടെയെങ്കിലും റിപ്പയർ ആയത് ഒതുക്കിയിട്ടിട്ട് വേറൊരു ട്രാൻസ്പോർട്ട് ബസ് വരെയോ അല്ലെങ്കിൽ അതുവഴി പോണ ഒരു ബസ്സിൽ നമ്മൾ യാത്രക്കാരെ കയറ്റി വിടാം. ട്രെയിനിൽ അങ്ങനെ പറ്റൂല. അതുകൊണ്ട് ട്രെയിൻ ഒരു ലോക്കോ പൈലറ്റിനെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ അങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. ആ വണ്ടി സമയത്ത് എത്തിക്കണമെങ്കിൽ ചെറിയ ട്രബിൾ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഏകദേശം ഒരു 12 ടൈപ്പ് ലോക്കോ ഉണ്ട്, ഇലക്ട്രിക്കൽ, ഡീസൽ. ഈ 12 ലോക്കോയുടെ സിസ്റ്റവും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഓപ്പറേഷനും അതിൻ്റെ റിപ്പയറിങ്ങും എല്ലാ ലോക്കോ പൈലറ്റും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റും അറിഞ്ഞിരിക്കണം. ചെറിയ റിപ്പയർ വന്നാൽ, അല്ലെങ്കിൽ മേജർ റിപ്പയർ അല്ല, മേജെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് നന്നാക്കാൻ പറ്റിയത് ലോക്കോ പൈലറ്റിനോട് പറ്റില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ പരിമിതിയിൽ ഉണ്ടാവുന്ന ട്രബിൾ ഷൂട്ടിങ് ഞങ്ങൾ പറയാം. ട്രബിൾ ഉണ്ടെങ്കിൽ ചെയ്താലേ വണ്ടി നമുക്ക് എത്തിയോളൂ. ഇതെല്ലാവർക്കും ഞങ്ങൾക്ക് ട്രെയിനിങ് തരാറുണ്ട്. അത് അപ് ടു നോളജ് ആയിരിക്കണം. ആ ട്രബിൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടായിട്ടോ? കാരണം നമ്മളെ പേടിപ്പെടുത്താണ് പലപ്പോഴും പല യാത്രകളും. ചില അപകടങ്ങൾ നമ്മൾ മുന്നിൽ കാണാൻ കഴിയില്ല. അങ്ങനെ പേടിപ്പിച്ച എന്തെങ്കിലും ട്രെയിൻ അപകടങ്ങളായിട്ട് എനിക്ക് ഇതുവരെ ഒരു അപകടം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, രാജധാനി എക്സ്പ്രസ് ഒരിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മണ്ണൊലിച്ചു പോയൊരു കേസുണ്ട്. അത് ഞാൻ യാത്രക്കാരുടെ ഭാഗ്യത്തിനായിരിക്കും, അങ്ങനെ ഞാൻ പറയുള്ളൂ. ആ ട്രെയിൻ കറുകുറ്റി സ്റ്റേഷനിൽ നിർത്തി. കറുകുറ്റി കഴിഞ്ഞിട്ട് ഉള്ള ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ ട്രാക്ക് മുകളിലുണ്ടായിരുന്ന അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒരു മഴയത്തായിരുന്നു രാത്രി രാജധാനി എക്സ്പ്രസ് ഞാൻ പോയിക്കൊണ്ടിരിക്കും. തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ അത് അടുത്തുള്ള ഗേറ്റ്മാൻ അറിയിക്കുകയും ആ ഗേറ്റ്മാൻ സ്റ്റേഷനിൽ അറിയിക്കുകയും എൻ്റെ ട്രെയിൻ സിഗ്നൽ കട്ട് ചെയ്തിട്ട് എന്നെ നിർത്തുകയും ചെയ്തു. അതൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. എന്നാലും അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അത് നാച്ചുറൽ ക്രോമറ്റിൽ വന്നതാണ്. എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല അങ്ങനെയുള്ള അപകടങ്ങൾ. അല്ലാതെ ഈ ആൾക്കാരെല്ലാം മരിക്കണ സംഭവങ്ങൾ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ കെയർലെസ്നെസ് കൊണ്ട് ട്രെയിൻ മുന്നിൽ തട്ടി മരിക്കണ കേസ് അതെല്ലാം ഉണ്ട്. അത് ഞങ്ങൾ ട്രെയിൻ ആക്സിഡൻറ്റ് ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന ട്രെയിൻ ഒരു ആക്സിഡൻ്റായി ഞങ്ങളെ യാത്രക്കാർക്ക് ഉണ്ടാകുന്ന അപകടമാണ് ഞങ്ങൾ ട്രെയിൻ ആക്സിഡൻ്റായി. ഇതും ആക്സിഡൻ്റാണ്. അതൊരു ക്ലാസിഫിക്കേഷനാണ്. ആൾക്കാർ മരിക്കുന്നത് ആക്സിഡൻ്റാണ്. എന്നാൽ ഒരു മേജർ ആക്സിഡൻറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ഓടിക്കുന്ന ട്രെയിൻ അല്ലെങ്കിൽ വേറെ ട്രെയിൻ ആക്സിഡൻ്റായി അതിൽ ഞങ്ങളെ വിശ്വസിച്ച് വരുന്ന യാത്രക്കാർ, റെയിൽവേയെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന യാത്രക്കാർക്ക് അപകടം ഉണ്ടാവുന്നതാണ് മേജർ ട്രെയിൻ ആക്സിഡൻ്റായിട്ട് കരുതുന്നത്. നാട്ടുകാരെ ഇതിൽ നോക്കുമ്പോൾ ആൾക്കാർ മരിക്കണതും ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആയിട്ടാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാളെ നമ്മൾ ട്രെയിൻ ഇടിച്ച് മരിച്ചു കഴിയുമ്പോൾ ആ ലോക്കോ പൈലറ്റ് ഉണ്ടാകുന്ന ഒരു തീർച്ചയായിട്ടും അത് ഏത് ജീവനായാലും, ഇപ്പം മനുഷ്യരുണ്ടാവുന്നത്, കന്നാലികൾ മരിക്കുന്നുണ്ട്, എല്ലാം ഒരു ജീവനല്ലേ. നമ്മളെ വീട്ടിലൊരു മെമ്പറിന് സംഭവിച്ചാൽ എന്തായിരിക്കും ആ ഒരു വിഷമം അല്ലെങ്കിൽ വേദന എല്ലാ ലോക്കോ പൈലറ്റ്, ഇത് എൻ്റെ മാത്രമല്ല, ഞങ്ങൾ എല്ലാ ലോക്കോ പൈലറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവർ മരിക്കണത് എല്ലാവരും ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത്. അത് വളരെ വേദനാകരമായിട്ട്, കാരണം ഒരു കുടുംബനാഥനായിരിക്കും നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു അച്ഛനായിരിക്കും നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഭർത്താവായിരിക്കും നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അമ്മയാണ് നഷ്ടപ്പെടുന്നത്. അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം. അത് ഏത് ലോക്കോ പൈലറ്റായാലും ശരി ഞങ്ങൾക്കത് ഉണ്ടാവുന്നതാണ്. പലതും നാട്ടുകാർ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അപകടമാണ്. ഇത് കഴിഞ്ഞിട്ട് ട്രെയിൻ കൊണ്ടുപോകണമെങ്കിൽ അത്രത്തോളം ഒരു മാനസിക ശക്തി അല്ല, അത് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. കാരണം അവിടെ നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്, എൻ്റെ കയ്യിലുള്ളത് 1500 ജീവനാണ്. ആ 1500 ജീവനക്കാർ കൊണ്ടുപോകുന്നത് ഓരോ ലോക്കോ പൈലറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സിന് വിഷമമുണ്ട്. എന്നാലും അത് ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ സുരക്ഷിതമായിട്ട് കൊണ്ട് എത്തിക്കണം. അതുകൊണ്ട് അവിടെ പ്രയോറിറ്റി മരിച്ചത് പോയി കഴിഞ്ഞു, തീർച്ചയായിട്ടും വിഷമമുണ്ട്. അതിനുപരി നമ്മളെ കയ്യിലുള്ള 1500 യാത്രക്കാരുടെ ജീവൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പോകുന്ന വഴിയിൽ ഏതെങ്കിലും മനുഷ്യരെ കണ്ട് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ രക്ഷപ്പെട്ട കേസുകളും ഉണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ പറയാമോ? നമുക്ക് ചില ഫുൾ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല. വണ്ടി നല്ല സ്പീഡിലെല്ലാം പോകുമ്പോൾ നിർത്താൻ പറ്റില്ല. ചില സമയത്ത് അവർ അടുത്തുള്ള ട്രാക്കിൽ നിൽക്കുകയോ നമ്മളെ ട്രാക്കിലേക്ക് വരാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് ഏതെങ്കിലും സ്പീഡ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഇട്ട് ചിലപ്പം നിർത്താൻ. ചിലവരെ ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാം മരിക്കാൻ വരണതോ എന്തെങ്കിലും. അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് മാത്രമല്ല, ചിലപ്പോൾ അവർ സൗണ്ട് കൊണ്ട് മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ട്രാക്കിൻ്റെ സൈഡിലായിരിക്കും മൊബൈലിൽ സംസാരിച്ചു കൊണ്ടുപോകും. ഒരു ലോക്കോ പൈലറ്റിന് അറിയാമോ ഇയാൾ ചിലപ്പോൾ ചാടിയേക്കാം? അല്ല, അങ്ങനൊന്നും പറയാൻ പറ്റൂല.
അത് ചിലപ്പോൾ അതൊന്ന് അങ്ങനെ നോക്കിയാൽ എല്ലാ വണ്ടിയും നമുക്ക് ബ്രേക്ക് ഇടേണ്ടി വരും. ട്രാക്കിൻ്റെ സൈഡ് എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ ജനങ്ങളെല്ലാം ഇഷ്ടംപോലെ നമ്മൾ ട്രാക്കിൻ്റെ സൈഡിലാണ് ജീവിക്കുന്നത്. അപ്പം വരണ നാട്ടുകാരെല്ലാം മരിക്കാൻ വരുന്ന ആൾക്കാരായിട്ട് ഉദ്ദേശിച്ച് നമ്മൾ ബ്രേക്ക് ഇട്ടാൽ വണ്ടിയൊന്നും കേരളത്തോട് എറണാകുളത്ത് പോയി എത്തത്തില്ല. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് എളുപ്പം നമുക്ക് തോന്നിപ്പോയെങ്കിലേ ഉള്ളൂ അങ്ങനെ ബ്രേക്ക് ഇട്ടാലേ ഉള്ളൂ. അല്ലാതെ വരുന്ന ആൾക്കാരെല്ലാം മരിക്കുന്ന ആൾക്കാരായിട്ട് വന്ന് നമുക്ക് ബ്രേക്ക് ഇടാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ഈ അശ്രദ്ധ കൊണ്ട് നിൽക്കുന്നത് ആൾക്കാർ നമ്മൾ ദൂരെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളെ വണ്ടി തട്ടും. ആ സമയത്ത് നമ്മൾ വണ്ടിയുടെ സ്പീഡ് കുറവായിരുന്നു. വല്ല കോഷൻ സ്പോട്ട് വല്ല വർക്ക് നടക്കുന്ന സ്ഥലത്ത് വണ്ടി സ്പീഡായിട്ട് കുറഞ്ഞു പോകുമ്പോൾ ആൾക്കാർ മൊബൈലിൽ സംസാരിക്കും, അല്ലെങ്കിൽ അശ്രദ്ധയായിട്ട് നിൽക്കുന്നു എന്ന് തോന്നിയാൽ നമ്മളെ വണ്ടി ഇടിക്കും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഇട്ടാൽ ചിലപ്പോൾ രക്ഷപ്പെടണമല്ലാതെ സാധാരണഗതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വണ്ടി ബ്രേക്ക് ഇട്ടാൽ 400 മുതൽ 500 മീറ്റർ ഓടിയിട്ടേ വണ്ടി നിൽക്കുകയുള്ളൂ. മരിക്കണവരെന്നും അങ്ങനെ അശ്രദ്ധ കൊണ്ട് മരിക്കണില്ല പറഞ്ഞില്ലേ നേരത്തെ തന്നെ. അല്ല, പെട്ടെന്നായിരിക്കും ക്രോസ് ചെയ്യണത്, പെട്ടെന്നായിരിക്കും മൊബൈലിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തെ ട്രാക്കിൽ വണ്ടി പോവും, ഇപ്പുറത്തെ ട്രാക്കിൽ കയറി നിൽക്കും. അപ്പോൾ നമ്മൾ ഹോൺ അടിച്ചാലും വിസിലടിച്ചാലും അവർ ശ്രദ്ധിക്കില്ല. അപ്പുറത്തെ ട്രാക്കിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കും. ഇവർ ഈ ട്രാക്ക് അപ്പുറത്തെ ക്രോസ് ചെയ്യാനായിരിക്കും. അതുകൊണ്ട് ഈ ട്രാക്കിൽ കയറി നിന്നിട്ട് അപ്പുറത്തെ ട്രാക്കിൽ വണ്ടി പോയ ശേഷം എനിക്ക് അപ്പുറത്ത് പോകാതിരിക്കും. ഈ സമയത്താണ് ഈ ട്രാക്കിൽ ഞങ്ങളെ വണ്ടി വരുന്നത്. വരുമ്പോൾ ഞങ്ങൾ ഹോൺ അടിക്കും. ആ വണ്ടിയുടെ ഹോണും ഉണ്ടാവും, ഈ വണ്ടിയുടെ ഹോണും ഉണ്ടാവും, അല്ലെങ്കിൽ ആ വണ്ടിയുടെ സൗണ്ടിൽ ഈ സൗണ്ട് ശ്രദ്ധിക്കില്ല. അശ്രദ്ധ ആ സമയത്തുണ്ട്. പിന്നെ മൊബൈലിൽ ആൾക്കാർ ഇഷ്ടംപോലെ സംസാരിച്ചിട്ട് ക്രോസ് ചെയ്യാറുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഞങ്ങളെ നിയമം, റെയിൽവേ നിയമം പ്രകാരം റെയിൽവേ ട്രാക്ക് ആരും മുറിച്ച് കടക്കാൻ പാടില്ല. കടക്കാൻ റെയിൽവേ ലെവൽ ക്രോസ് ഉണ്ട്, പാലങ്ങളുണ്ട്, അണ്ടർപാസ് ഉണ്ട്. എന്നാൽ കേരളത്തിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല. നിയമപ്രകാരം റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കാൻ പാടില്ല. അശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള അപകടത്തിന് കാരണം. പക്ഷേ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ പൊതുവായിട്ട് മിക്കവാറും ആക്സിഡൻറ്റുകൾ നടക്കും, അല്ലെങ്കിൽ മരണങ്ങൾ നടക്കും. ഇതൊരു അസ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പർട്ടിക്കുലർ സ്ഥലത്ത് ആരെങ്കിലും ഇങ്ങനെ സ്ഥിരം ആക്സിഡൻറ്റ് ഉണ്ടാവണമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെയാവാം. നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചിലപ്പോൾ നല്ല കർവായിട്ടുള്ള സ്ഥലമായിരിക്കാം. അവിടെ ചിലപ്പോൾ ജനങ്ങൾ വരുന്ന ട്രെയിൻ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ട്രെയിൻ കാണാൻ പറ്റാതെ ക്രോസ് ചെയ്യണത്. റോഡ് ക്രോസ് ചെയ്യുമ്പം ആൾക്കാർ രണ്ട് സൈഡ് നോക്കിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. എൻ്റെ അനുഭവത്തിൽ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുമ്പം ആരും അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കാറില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ കർവ് സ്ഥലത്ത് അവർ ചിലപ്പോൾ നോക്കാതെ അപ്പുറത്തും ഇപ്പുറത്ത് നോക്കാതെ ക്രോസ് ചെയ്താൽ ആ സ്ഥലം ചിലപ്പോൾ ആക്സിഡൻറ്റ് കൂടുതൽ നടക്കുന്ന ആൾക്കാർ മരിക്കുന്ന കൂടുതൽ സ്ഥലമായി ഇരിക്കാം. അത് കർവായിരിക്കാം. ആൾക്കാർ അവിടെ സാധാരണ ക്രോസ് ചെയ്യണ പോലെ ക്രോസ് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവണേ ഉള്ളൂ. അതുകൊണ്ടല്ല ചില സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സുമതി വളവ് എന്ന് കേട്ടിട്ടുണ്ട്. സുമതി വളവ്, ഒരു സുമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം ആ വളവിന് സുമതി വളവ് എന്ന് പേരിട്ട്. അതേപോലെ തന്നെ റെയിൽവേ പോകുന്ന വഴിയിൽ ചില മരണങ്ങളൊക്കെ നടന്നതിന് ശേഷം ആ സ്ഥലത്തിന് അവരുടെ പേരിടും. ആത്മാവുണ്ട്. ഇല്ലല്ല, കാരണം ഞങ്ങൾക്ക് ഈ മരിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്നും ലോക്കൽ എന്തെങ്കിലും പോലീസ് കേസ് വരുമ്പം, പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അവരെ പറ്റി എന്തെങ്കിലും അവർ ഇന്ന ആളായിരുന്നു ഇന്ന കാര്യം അങ്ങനെ അറിയാതെ അത് അവരെ പേര് ഞങ്ങൾ അങ്ങനെ ഒന്നും പേരിടുക അത് ശരിയല്ലല്ലോ. മരിച്ച ആളിനെ വെച്ചിട്ട് അവിടെ ഒരു പേരിടുന്നത് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഒരു ആത്മാവുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവ് ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല, ആർക്ക് എൻ്റെ അറിവിലുമില്ല, ഞാൻ കേട്ടറിവുമില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതല്ല വെറുതെ പറയുന്ന ആൾക്കാർ ചിലപ്പം പറഞ്ഞതായിരിക്കാം. ഇവിടെ ഒന്നും അങ്ങനെ എൻ്റെ അറിവിൽ സാധാരണയിൽ മുഴുവൻ എനിക്ക് അറിഞ്ഞ കൂട്ടുകാരുണ്ട്. അങ്ങനെ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെങ്കിലും അത് മരണത്തിന് ശേഷം എന്തെങ്കിലും, അതല്ല, അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടില്ല. അല്ല, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ട്രെയിൻ പോകുന്ന വഴിക്ക് ചില ശബ്ദങ്ങൾ ഇല്ല രഹസ്യമായിട്ട്, അതായത് വിജനമായിട്ടുള്ള വഴിയിലൂടെ. അല്ല, ഞാൻ രാത്രിയെല്ലാം ട്രെയിൻ ഓടിച്ച ആളാണ്. മിഡ് നൈറ്റ് ട്രെയിൻ ഓടിച്ചിട്ടുണ്ട്, മിഡ് നൈറ്റ് വണ്ടി നിർത്തിയിട്ടുണ്ട്, ചെയിൻ പിടിച്ചെല്ലാം മിഡ് നൈറ്റ് ഇറങ്ങി ഞങ്ങൾ ചെയിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി കാട്ടിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ചെയിൻ പിടിക്കുമ്പോഴേ വണ്ടി നിൽക്കുന്നത് ഏതെങ്കിലും വിജനമായ പ്ലേസിലായിരിക്കും വണ്ടി നിൽക്കുന്നത്. അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റും ഗാർഡുമാരും പോയി സെറ്റ് ചെയ്യാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു താങ്കൾ പറയുന്ന പോലെ ഒരു സംഭവം ഇതുപോലെ ഈ ഏരിയയിലൊന്നും നടന്നിട്ടില്ല. കാരണം എനിക്ക് മാത്രമല്ല, ഫ്രണ്ട്സിനും നടന്നിട്ടില്ല. ഈ ചില ട്രെയിനുകൾ പോകുന്ന വഴിക്ക് ബ്രേക്ക് നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ കണ്ടില്ല. ട്രെയിനിലെല്ലാം 100% സുരക്ഷ സേഫ്റ്റി ഉറപ്പാക്കിയ ട്രെയിനാണ്. ബ്രേക്ക് ഫെയിലർ പഴയ കാലത്ത്, ഇപ്പോഴല്ല, ഒരു 10-20 കൊല്ലം മുമ്പിട്ടൊക്കെ അത്തരത്തിലുള്ള ഇല്ല. എനിക്ക് 38 കൊല്ലം സർവീസ്, ഞാൻ ലോക്കോ പൈലറ്റ് 38 കൊല്ലം സർവീസ് ഉണ്ട്. ബ്രേക്ക് ഫെയിലർ സാധനം ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അതല്ല, റെയിൽവേ സിസ്റ്റം പക്ക ബ്രേക്ക് സിസ്റ്റം അല്ല,
പക്കാ സിസ്റ്റം. ബ്രേക്ക് ഫെയിലറൊന്നും അത് നമ്മുടെ റോട്ടിൽ അതെല്ലാം എന്തെങ്കിൽ നമുക്ക് ഈവൻ റെയിൽവേയിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. സിഗ്നലുണ്ട്, റെയിൽവേയിൽ ലോക്കോ പൈലറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ നോളജും എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പം പബ്ലിക്കിന് റെയിൽവേയെ പറ്റി പല നോളജ് കുറവുണ്ട്. ഞങ്ങൾ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം യാത്രക്കാർ പല കഥകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് കൗതുകം തോന്നും. കാരണം ഞങ്ങൾ അത് ലോക്കോ പൈലറ്റിൻ്റെ കഥയായിരിക്കും പറയണത്. സബ്ജക്റ്റ് അറിയാതെ അവരെ കുഴപ്പമൊന്നുമല്ല, ഇഗ്നോറൻസ് നമ്മൾ പറയില്ലേ. ഞാനും പല വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറയുന്ന പോലെയാണ് ഇത് പറയുന്നത്. ബ്രേക്ക് ഫെയിലിയർ അതങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ബ്രേക്ക് ഫെയിലിയറൊന്നും സംഭവിക്കില്ല. റെയിൽവേയിൽ അങ്ങനെയൊന്നുമില്ല. റെയിൽവേയിൽ ബ്രേക്ക് ഫക്ക സിസ്റ്റമായി. ഞാൻ 38 കൊല്ലം 5 കൊല്ലം അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, 33 കൊല്ലം മേജർ ലോക്കോ പൈലറ്റായിരുന്നു, സീനിയർ ലോക്കോ പൈലറ്റായിരുന്നു റിട്ടയർഡ് ആയത്. ലോക്കോ ഫെയിലിയർ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുമില്ല. ഉറപ്പായിട്ട് പറയാം, സംഭവിക്കുമില്ല എന്ന് പറയാം.